സഹോദരന്മാരെ, ഇതിലൊക്കെയും നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മനസ്സ് പാകപ്പെടണമെങ്കിൽ എന്താണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം? നമുക്ക് ഈമാനാണ് ഉണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബി എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാതെയും എൻ്റെ കാര്യങ്ങൾ അവൻ കൃത്യമായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും അവൻ്റെതായ അറിവും അവൻ്റെ നോട്ടവും അവൻ്റെ കേൾവിയും എൻ്റെ ഹൃദയം പോലും അവൻ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ അതിൻ്റെ റബ്ബറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ശരിപ്പെടേണ്ടത്, റസൂലിലുള്ള വിശ്വാസമാണ് സ്ഥിരപ്പെടേണ്ടത്, പരലോക നാളിനെ കുറിച്ചുള്ള ഭയമാണ് വ്യക്തമായി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടത്. മഹാന്മാരായ സ്വഹാബത്ത് പറയുന്ന ചില വാചകങ്ങളുണ്ട്. സ്വഹാബിയായ ജുൻദബ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയായിരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായി ഞങ്ങളിങ്ങനെ പ്രായപൂർത്തിയോടടുത്ത് വരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഫതഅല്ലംനൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ ഹാഫിളാക്കുന്നതിനേക്കാളും ഖുർആനിന്റെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ വല്ലാതെ ഏറ്റവും പ്രാധാന്യപൂർവം ഞങ്ങൾ ഗ്രഹിച്ചിരുന്നത്, പഠിച്ചിരുന്നത് ഞങ്ങളുടെ ഈമാൻ ശരിപ്പെടുത്താനാണ്, ഈമാൻ ശരിയാക്കാനാണ്. വിശുദ്ധ ഖുർആനിൻ്റെതായ ആയത്തുകൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാളും അപ്പുറം ആ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ, അതിലെ ഹലാലുകൾ, അതിലെ ഹറാമുകൾ, അതിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എൻ്റെ ജീവിതവുമായി ഖുർആൻ എപ്രകാരമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വരുന്ന വിധത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തെ കുറിച്ചുള്ള ബോധവും നന്നായി ഞങ്ങളുടെ ഖൽബിനെ നന്നായി അത് പഠിപ്പിച്ച് ആ ഈമാനിനെ ദൃഢമാക്കുവാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഫസ്ദദനാ ബിഹി ഈമാനാ, അതിലൂടെ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇവിടെയാണെന്ന് നമ്മൾക്ക് അബദ്ധം സംഭവിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ആ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അൽ-ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇതൊക്കെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിലെ ജനതയോട് 10-13 കൊല്ലത്തോളം അന്ന് അവതരിച്ചിട്ടുള്ള മക്കിയായ അധ്യായങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, പരലോക നാളിനെ കുറിച്ചുള്ള ഭീതി, എന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള കൃത്യമായ നിലക്കുള്ള അധ്യാപനങ്ങൾ, ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ നന്നായി ദൃഢവൽക്കരിക്കുന്ന നിലക്കുള്ള അധ്യാപനങ്ങളായിരുന്നുവല്ലോ മക്കിയായ സൂറത്തുകളിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടല്ലേ അവരോട് മറ്റു പല നിയമങ്ങളും കൽപ്പിച്ചത്. മദ്യപിക്കാൻ പാടില്ലെന്ന്, വ്യഭിചരിക്കാൻ പാടില്ലെന്ന്, പലിശ വാങ്ങാൻ പാടില്ലെന്ന്, അനാവശ്യമായ നിലക്ക് നിങ്ങളുടെ നോട്ടം നിയന്ത്രിക്കണമെന്ന്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന്, കുടുംബജീവിതത്തിന്റെ നിയമങ്ങൾ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ, അരുതായ്മകൾ, ഹലാലുകളും ഹറാമുകളും പലതും പിന്നീടുള്ള അധ്യായങ്ങളിൽ അല്ലാഹു തആല പറയുമ്പോ അതൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഏറ്റെടുക്കുവാനുള്ള മാനസികമായ ഒരു ധൈര്യം, മാനസികമായ ഒരു കരുത്ത്, ഈമാനിൻ്റെതായ ഒരു ദൃഢത, അത് നേടിയെടുക്കലാണ് ആദ്യമായി നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ എവിടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും, നമ്മുടെ തൊഴിൽശാലയിൽ, നമ്മുടെ ഫാക്ടറിയിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, എവിടെയാണെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്റെ മേലുദ്യോഗസ്ഥൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാവില്ല ഞാൻ അവിടെ തൊഴിലെടുക്കുക. എന്നെ നിയന്ത്രിക്കുന്ന CCTVയുടെ ക്യാമറയിലൂടെ
അത് നിരീക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അപ്പുറത്തെ ഓഫീസിലുണ്ടല്ലോ എന്ന് പേടിച്ചിട്ടല്ല ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യുക. മറിച്ച് അതിനേക്കാളും അപ്പുറം ഉറങ്ങാത്ത, മയങ്ങാത്ത, ക്ഷീണം ബാധിക്കാത്ത റഹ്മാനായ റബ്ബിന്റെ നിരീക്ഷണം സദാ എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. തീർച്ചയായും അല്ലാഹു നിന്നിൽ സദാ നിരീക്ഷകനായിട്ടുണ്ട് എന്ന ബോധം നമുക്കുണ്ടായാൽ, നമ്മൾ വീട്ടിലാണെങ്കിലും ഒറ്റക്ക് സ്വകാര്യതയുടെ റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മെ നിയന്ത്രിക്കുവാൻ റബ്ബുണ്ടാകും. ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ജീവിതം ജീവിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ സ്വകാര്യതയുടെ നിമിഷങ്ങളിലാണ് നമ്മുടേതായ തഖ്വ പരീക്ഷിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടേ ഉണ്ടാവുകയുള്ളൂ? അല്ല കാണുന്നുണ്ടല്ലോ, അല്ല കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ റബ്ബ് സമീ ആണല്ലോ, എൻ്റെ റബ്ബ് ബസീറാണല്ലോ. എല്ലാം കേൾക്കുമല്ലോ, എല്ലാം കാണുമല്ലോ. അവൻ എല്ലാം അറിയുന്ന അലീമാണല്ലോ. അവൻ എന്തിനും കഴിവുള്ള ഖദീറാണല്ലോ. എല്ലാ അർത്ഥത്തിലും അവൻ എന്നോട് വാത്സല്യമുള്ളവനാണല്ലോ. ഞാനൊന്ന് പിഴച്ചാൽ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള നൂറുകൂട്ടം ചിന്തകളിലൂടെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ മുഴുവനും നമുക്ക് വ്യത്യാസം വരികയാണ്, മാറ്റങ്ങൾ വരികയാണ്. അതോടൊപ്പം നമ്മുടേതായ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയുന്ന വിശ്വാസങ്ങൾ കടന്നു വരുന്നത് സൂക്ഷിക്കുകയും വേണം. അതാണ് ഏറ്റവും പ്രധാനം. നിത്യജീവിതത്തിൽ നമ്മൾ എത്ര തവണയാണ് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്? 5 നേരത്തെ ബാങ്കുകളിലൂടെ, ഇഖാമത്തുകളിലൂടെ, നിസ്കാരങ്ങളിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സാക്ഷ്യവചനം: അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഷഹാദകൾ നമ്മൾ പറയുന്നു. ആ പറയുന്ന ഷഹാദകളോട് കൂറുപുലർത്തിയുള്ള ജീവിതമാണോ നമ്മുടേത്? എന്റെ ജീവിതം നോക്കിക്കോ. നമ്മൾ പറയുന്നത് അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല ഒഴികെ ഒരാരാധ്യനില്ല. റബ്ബല്ലാത്തവരെ ഞാൻ ആരാധിക്കില്ല. അവനോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കില്ല. അവനല്ലാതെ ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കില്ല. അവന്റെ മുമ്പിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യുകയില്ല. അവന്റെ ഭവനത്തിന് ചുറ്റുമല്ലാതെ ഞാൻ തവാഫ് ചെയ്യുകയില്ല. അവൻ നിശ്ചയിച്ചിടത്തല്ലാതെ ഞാൻ ബറക്കത്തിന് വേണ്ടി മുത്തം വെക്കുകയില്ല. നൂറുകൂട്ടം കാര്യങ്ങളുടെ പ്രഖ്യാപനം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെല്ലാം എനിക്ക് മാതൃക എന്റെ നബിയായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് ഞാൻ നിൽക്കും. എൻ്റെ വിശ്വാസത്തിലും, എൻ്റെ കർമ്മത്തിലും, എൻ്റെ സ്വഭാവത്തിലും, എൻ്റെ സംസ്കാരത്തിലും, എൻ്റെ സാമ്പത്തിക ജീവിതത്തിലും, എൻ്റെ ലൈംഗിക വിശുദ്ധിയിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അതിലൊക്കെയും ഞാൻ ഈ ഷഹാദ വിട്ട് കളിക്കുകയില്ല. ഈ ഷഹാദയുടെ പൊരുളിന് വിരുദ്ധമാകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് എത്ര തവണയാ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ദിനേന അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈകെട്ടിയിട്ട് നമ്മൾ അവനോട് പറയുന്നതും അത് തന്നെയാ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. കൃത്യമായി തന്നെ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, എൻ്റെ നമസ്കാരം, അതേപോലെ തന്നെ എൻ്റെ മറ്റു അനുഷ്ഠാന കർമ്മങ്ങൾ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതവും, ഇനി ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മരണവും സർവലോക പരിപാലകനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിലേ ഞാൻ ചെയ്യുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതൊക്കെ അനുസരിക്കുന്ന യഥാർത്ഥ മുസൽമാനാണ്. നമ്മൾ അള്ളാഹുവിനോട് കൃത്യമായി തന്നെ പുലർത്തുന്ന ആ പ്രഖ്യാപനം അല്ല നമ്മളോട്, മുത്തമുസ്തഫയോട് നമ്മോട് പറയാൻ പഠിപ്പിച്ചു തന്നതാണ്. ശിർക്കിന്റെ ഗൗരവം പറയുന്നിടത്താ അള്ളാഹു പറയുന്നത്, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ
വഅൻ അഖീമുസ്സലാത വത്തഖൂഹ് വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുകയാണ്, മനുഷ്യനോട് കൃത്യമായി പറയുന്നു. ഖുൽ നബിയെ പറയൂ, മനുഷ്യരോട് പറഞ്ഞു കൊടുക്കൂ, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ഹുദ അത് മാത്രമാണ് ഹുദ, അത് മാത്രമാണ് സന്മാർഗം. ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നന്നായി ചിന്തിക്കണം. എന്താ അല്ലാഹു തആല പറയുന്നത്? ഇങ്ങോട്ട് വരൂ, ഇതാണ് സന്മാർഗം, ഇതാണ് നേരിന്റെ പാത എന്ന് പറഞ്ഞുകൊണ്ട് ധേന്മാർഗത്തിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ പഴപ്പിക്കാൻ ഇവിടെ പല ത്വരീഖത്തിന്റെ വക്താക്കളും കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു മാർഗമുണ്ട്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറയുകയാണ്, ഇതാണ് എന്റെ മാർഗം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്നപ്പോ അവിടുന്ന് മദീനയുടെ മണൽപ്പരപ്പിലൂടെ ഒരു നേർവരയങ്ങ് മണലിലൂടെ വരച്ചിട്ടുണ്ട്. വളവും തിരിവുമില്ലാത്ത ഒരു നേർരേഖയാണ് വരച്ചത്. ആ നേർരേഖക്കപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറിപ്പോകുന്ന ചില കുറുക്കുമാർഗങ്ങളും വഴികളും അവിടുന്ന് വരച്ചു കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുകയാണ്, ഓ സഹാബിമാരെ, ഇക്കാണുന്ന നേർവഴിയില്ലേ, ഇതാണ് എന്റെ മാർഗം, അതിനെ മാത്രമേ നിങ്ങൾ പിൻപറ്റാവൂ. ആ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ മാടി വിളിച്ച് തിന്മയുടെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഞാൻ വരച്ചിട്ടുള്ള വരകളില്ലേ, ആ വരകളുടെയൊക്കെ മുഖത്ത് ഒരു ചെകുത്താൻ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരൂ, ഇതാണ് നേരിന്റെ മാർഗം, ഇതാണ് നേരായ വഴി, ഇതാണ് സന്മാർഗത്തിന്റെ വഴി എന്ന് പലരും നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ അതിലേക്ക് ചെവി കൊടുക്കാതെ അള്ള പഠിപ്പിച്ച മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നോളണേ. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ ഞാൻ ഈ പറയുന്ന വചനമോദിയപ്പോ നിങ്ങൾ ചിന്തിക്കണം. അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിലൊക്കെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഗൗരവം പറഞ്ഞിട്ടാ അള്ള പറയുന്നത്. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ഞാനെന്ന് പ്രഖ്യാപിച്ചിട്ടും പിന്നെയും നിങ്ങൾ പല തെളിവതിനുണ്ട്. അല്ലാഹു അല്ലാത്തവരാണ് നമ്മെ സഹായിക്കാൻ ഉണ്ടാവുക. ഖബറിലും മഹ്ശറിലും പരലോകത്തുമൊക്കെ നമ്മെ സഹായിക്കാൻ ശൈഖുമാരാണ് ഉണ്ടാവുക, നമ്മുടെ നേതാക്കളാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലരും വിളിക്കുമ്പോ ഞാൻ അങ്ങനെ ആ മാർഗത്തിലേക്ക് തെറ്റിപ്പോവുകയാണോ ചെയ്യേണ്ടത്? അവിടെയാണ് നബി തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അല്ല പഠിപ്പിച്ച നേർമാർഗമേതാണോ അത് മാത്രമാണ് നേർമാർഗം. വ ഉമിർനാ, നാം കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനിനെ സമ്പൂർണമായ മുസ്ലിമായി ജീവിക്കുവാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വ അൻ അഖീമുസ്സലാഹ്, നിസ്കാരം കൃത്യമായി നിലനിർത്തുവാനും, വത്തഖൂഹു, നിങ്ങൾ അവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, തഖ്വ ഏതൊക്കെ മേഖലയിൽ ആവശ്യമാണോ എ മുതൽ സെഡ് വരെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അത് പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, ഏതാണ് അല്ലാഹു, അവങ്കലേക്കാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ആ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ള പഠിപ്പിച്ച ഹുദയിൽ തന്നെ ഒതുങ്ങി നിന്നോളണം. നിന്റെ അവസ്ഥ എന്താണ്? റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ലോകത്ത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം. അതിനുവേണ്ടി ആയത്തോതുകയാണ്, അതിനുവേണ്ടി ഹദീസുകൾ ഓതുകയാണ്. റഹ്മാനായ റബ്ബാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന്, മുഴു ലോകത്തിന്റെയും നിയന്ത്രണം മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമാണെന്ന് അറേബ്യയിലെ മുശ്രിക്ക് പോലും പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളോട് ആരാണടോ ലോകം നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ കുത്തുബുകളാണ്, ഔലിയാക്കളാണ്, മടവൂരാണ്, മമ്പറത്തെ തങ്ങളാണ്,
അജ്മീർ ഖാജയാണ്, ജീലാനിയാണ്, റിഫായി ശൈഖാണ്, അഹമ്മദുൽ ബദവിയാണ്. ഇങ്ങനെ 100 കൂട്ടം മറുപടികളാണ് അവർക്ക് പറയാനുള്ളതെങ്കിൽ ഉറച്ചു നിന്നോളണം നമ്മൾ. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അല്ലാഹു പഠിപ്പിച്ച സന്മാർഗം അത് മാത്രമാണ് സന്മാർഗം. അല്ലാത്ത മാർഗത്തിലേക്ക് വിളിക്കാൻ ഖാദിരിയ തരീഖത്തുകാരുണ്ട്, നഖ്ശബന്ദികളുണ്ട്, സുഹ്റവർദികളുണ്ട്, അതുപോലെ തന്നെ റിഫായി തരീഖത്തുകാരുണ്ട്, ബദവി തരീഖത്തുകാരുണ്ട്, 100 കൂട്ടം തരീഖത്തുകാരുണ്ട്. അവരൊക്കെയും അള്ളാഹു പഠിപ്പിച്ച ഹുദയിൽ നിന്ന് തെറ്റിയവരാണ്. കാരണം നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത്, നമ്മുടെ അഖീദ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പരമപ്രധാനമായ 2 സ്രോതസ്സുകളാണ്. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബായ ഖുർആനാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളാണ്. അത് ആദ്യം മനസ്സിലാക്കിയ സ്വഹാബത്തിലെ ആദ്യ കാലഘട്ടത്തിലെ ഉന്നതമായ നൂറ്റാണ്ടിലെ ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവര് പഠിച്ച ഈമാനും, അവര് പഠിച്ച തഖ്വയും, അവര് പഠിച്ച അഖീദയും, അവര് പഠിച്ച തൗഹീദും, അവര് പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ ദിശ നിർണയിക്കേണ്ടത്. അതാണ് അഹ്ലുസുന്നയുടെ രീതി. എന്നാൽ നമ്മുടെ നാടുകളിൽ ദിനേന എന്നോണം ഓരോ ഇടങ്ങളിലും ഇങ്ങനെ ദിനേന മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന ഈ പഴച്ച തരീഖത്തുകൾ മുഴുവനും അവരുടെ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്താകാൻ കാരണം എന്താണ്? നമ്മൾ നമ്മുടെ വിശ്വാസത്തെ രൂപീകരിക്കുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെയും മുത്ത് മുസ്തഫായുടെ ഹദീസുകളിലൂടെ, അത് സഹാബിമാരെങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അപ്രകാരം മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ ഈ വിഭാഗം ആളുകൾ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ സാധാരണക്കാർക്കുള്ള നിയമം മാത്രമാണ്. ഇവിടെ എന്റെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയാണ് വഴിപിരിഞ്ഞു പോകുന്നത്. റബ്ബ് പഠിപ്പിച്ച ഹുദയും ശൈത്താനിന്റെ മാർഗവും തമ്മിൽ വഴിപിരിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇവിടെയാണ്. ചില സാധാരണക്കാരെങ്കിലും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ പറയുന്നതാ നേരെന്ന് തോന്നും, അവര് പറയുമ്പോ അവര് പറയുന്നതാ നേരെന്ന് തോന്നും, ഇതിനിടയിൽ ഞങ്ങളെന്താ ചെയ്യേണ്ടത് എന്ന് വിലപിക്കുന്ന ആളുകളെ നിങ്ങൾ ചിന്തിക്കണം. അടിസ്ഥാനത്തിലാണ് തകരാറ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ അഖീദ നമ്മൾ രൂപീകരിച്ചത് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു കൊടുത്ത വഹയാകുന്ന ഖുർആനിന് പുറമേയുള്ള ഹദീസുകളിലൂടെയുമാണെങ്കിൽ ഈ പഴച്ച സർവ്വ ത്വരീഖത്തുകാരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസങ്ങളും ഞങ്ങളുടേതായ ആചാരങ്ങളും ഞങ്ങളുടേതായ കർമ്മങ്ങളും ഞങ്ങളുടേതായ പ്രത്യേകമായ ആചാര രീതികളുമൊക്കെ നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ രൂപീകരിക്കുന്നത്, ഞങ്ങളുടെ ശൈഖന്മാരിൽ നിന്നാണ്. ഞങ്ങളുടെ ശൈഖന്മാര് നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പണ്ഡിതന്മാരെ പോലെയല്ല ഞങ്ങളുടെ ശൈഖന്മാര്. അവർക്ക് യഥാസമയങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ ലദുന്നിയായ ഇൽമ് കിട്ടുന്നുണ്ട്. ആ ഇൽമ് ഖുർആനിൽ കാണൂല, അത് ഹദീസിൽ കാണൂല. നേരെ മറിച്ച് അവർക്ക് അപ്പപ്പോ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ട് ലൈനുകൾ അവർക്ക് റബ്ബിൽ നിന്ന് നിരന്തരം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ഖുർആനിൽ തെളിവ് കാണൂല, ഹദീസിൽ തെളിവ് കാണൂല. മറിച്ച് അവരുദ്ധരിക്കുന്നത് അവരുടെ ഹോജമാർ എഴുതി വിട്ടിട്ടുള്ള പാളക്കിതാബുകളിൽ നിന്നാണ്. മുഹയ്യിദ്ദീൻ ഇബ്നു അറബി എന്ന് പറയുന്ന അദ്വൈതവാദത്തിന്റെ ആചാര്യനായി അറിയപ്പെടുന്ന ഇബ്നു അറബിയുടെ പലവിധത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അയാൾ പല ഗ്രന്ഥങ്ങളെ കുറിച്ചും അയാൾ അവകാശപ്പെടുന്നത് പോലും എന്താണ്? ഇതെനിക്ക് അള്ളാഹു എനിക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പല കിതാബുകളുടെയും ആരംഭം കുറിച്ചത് തന്നെ. അപ്പൊ പിന്നെ ചിന്തിച്ചൂടെ, ഇവരുടെ അഖീദ എവിടുന്നാ കിട്ടുന്നത്? എവിടുന്നാ ഇവര് വിശ്വാസം രൂപീകരിക്കുന്നത്? എവിടുന്നാ ഇവര് സലാത്തുകൾ ചെല്ലുന്നത്? എവിടുന്നാ ഇവര് ദിക്റുകൾ ഉണ്ടാക്കുന്നത്? നമുക്ക് ആലോചിച്ചുകൂടെ? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലതാ ആളുകളുടെ ഈമാനിനോടൊപ്പം പണത്തോടൊപ്പം ഈമാനിനെയും പോക്കറ്റടിക്കുന്ന ദിക്ർ മജ്ലിസുകൾ നടത്തുന്ന ആളുകൾ അവര് പഠിപ്പിക്കുന്ന ചില സ്വലാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. പല രൂപത്തിലുള്ള പല തങ്ങന്മാരെന്ന് പറയുന്നവരും
ജനങ്ങളിൽ നിന്ന് ആയിരങ്ങൾ വസൂലാക്കാൻ അവരുടെ സ്വലാത്ത് മജ്ലിസുകളിൽ ചൊല്ലുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ പോരിശ നിങ്ങൾക്ക് കേൾക്കണോ? അവരുടെ ഹോജമാർക്ക് പടച്ചോൻ കൊടുത്ത വിവരമാണത്രേ എന്ത്? അവരാ പഠിപ്പിക്കുന്ന സ്വലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയാൽ 6000 വട്ടം ഖുർആൻ ഖതം തീർത്ത കൂലിയാണ് പോലും. എങ്ങനെ? 6000 വട്ടം വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർത്തതിന് സമാനമാണ് സ്വലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയാൽ. ശ്രദ്ധിക്കണം പ്രവാസികളെ, ഞാനെന്തിനാ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്? നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, അവരെ പുറത്ത് ഗണ്ണനം, ഇവിടെ വാദപ്രതിവാദം, ഇവിടെ ഇങ്ങനെ സംവാദം, അവിടെ 4-ാം ഗണ്ണനം 5-ാം ഗണ്ണനം, ഇവിടെ ഇങ്ങനെ വാദപ്രതിവാദം. എന്തിനാ ഇതൊക്കെ? എന്തിനാണ്? ഇവർക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾ ചിന്തിക്ക്. റബ്ബിന്റെ ദീൻ ഇങ്ങനെ വികലമാക്കുമ്പോ നമുക്കൊരു കടമയില്ലേ? മഹാന്മാരായ സ്വഹാബത്ത്, അമ്പിയാക്കള് ത്യാഗം സഹിച്ചുകൊണ്ട് നട്ടുവളർത്തിയ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ ഞങ്ങൾക്ക് ഹോട്ട് ലൈന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകളിലൂടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇവിടെ ജനങ്ങളിൽ നിന്ന് വികലമാക്കി അവരുടെ ഈമാനിനെ പോക്കറ്റടിച്ചു കൊണ്ടുപോകുമ്പോ മുസൽമാന് ഒരു ബാധ്യതയില്ലേ? റബ്ബിന്റെ ദീനിനി ആര് പറഞ്ഞു കൊടുക്കും? ആരാണിനി ജനങ്ങളോട് ഇത് പറയേണ്ടത്? ഇനി ഒരു നബിമാർ ഇങ്ങോട്ട് വരാനില്ലല്ലോ. ആ ഉത്തരവാദിത്തം നമുക്കൊക്കെയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, അപ്പൊ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്തുകൾ 6-7 വിധത്തിലുള്ള സ്വലാത്തുകൾ ഉണ്ട്. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അതുപോലും ഒരു തവണ ചൊല്ലിയാൽ 6000 ഖത്തമോദിയ കൂലി പോയിട്ട്, ഒരു 600 ഖത്തത്തിന്റെ കൂലി പോയിട്ട്, 60 പോകട്ടെ, 6 ഖത്തം പോകട്ടെ, ഒരു വട്ടം ഖുർആനോദിയ കൂലി ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ടാണ് ഈ തിജാനി തരീക്കത്ത് എന്ന് പറയുന്ന തരീക്കത്തിന്റെ ശൈഖിന് കിട്ടിയ, അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടിയ അറിവാണത്രേ എന്ത്? 6000 തവണ ഖുർആൻ ഓതുന്നതിന് സമാനമാണ്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതെന്തിനാ? ഈ വിധത്തിലാണ് ഇവര് ജനങ്ങളോട് വിശ്വാസങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഔലിയാക്കന്മാര് നിസ്കരിക്കുന്നത് കാണൂല. അവര് പരിശുദ്ധ റമദാനിലും കഞ്ചാവടിച്ച് നടക്കും, കള്ളു കുടിക്കും, എന്തും ചെയ്യും. കാലൊഴിഞ്ഞു കൊടുക്കാനും ശരീരം തടവി കൊടുക്കാനും അവർക്ക് സ്ത്രീകളുണ്ട്, അന്യപുരുഷന്മാരുണ്ട്, അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാർ ഒരുമിച്ച് പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക നയമാണ്. ചില മുരീദന്മാര് ചില ശൈഖന്മാരെ വിളിക്കാൻ എന്താണ്? ബാപ്പയാണ്. ബാപ്പയാവുമ്പോ പിന്നെ മോളല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. എവിടുന്നാ ഈ നിയമങ്ങൾ കിട്ടിയത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അല്ല, അത് ഞങ്ങളെ ശൈഖന്മാർക്ക് കിട്ടുന്ന പ്രത്യേക വിവരാണ്. ഇങ്ങനെ മനുഷ്യന്റെ അഖീദ നശിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം സഹിച്ച ഘട്ടത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? ഇവര് നിസ്കരിക്കുന്നത് കാണൂല. കാരണം ഇവര് പറയുന്നത് അവരുടേതായ ശൈഖന്മാര് നിസ്കരിക്കുന്നത് മക്കയില്, മദീനയില്, ബൈത്തുൽ മുഖദ്ദസില്. അങ്ങനെയാണ്. മമ്പറത്തെ തങ്ങളെ കുറിച്ച് വരെ പറഞ്ഞതാണ്. മമ്പറത്തിനൊന്ന് ഇശാക്ക് കാണാതാകും, സുബഹിക്ക് മുമ്പ് തിരിച്ചെത്തിയിട്ടുണ്ടാകും. അവിടെ പോയിട്ടൊക്കെ നിസ്കരിക്കുകയാണ്. ഈ വിധത്തിൽ പ്രിയമുള്ളവരെ, എത്രത്തോളം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങുന്നത്. റബ്ബല്ലാത്തവർക്ക് എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ് അവരുടെ ആ അന്ധവിശ്വാസത്തിന്റെ കാതൽ തന്നെ. അതിനനുയോജ്യമാകുന്ന നിലക്കുള്ള ഓരോ വാചകങ്ങൾ അവരുടെ ശൈഖുമാരുടെ കിതാബുകളിൽ അവർ വായിക്കുകയാണ്. സൂഫികളുടെ കിതാബുകളിൽ അവർക്ക് തെളിവുകളായിട്ട് പറയാനുള്ളത് അവരുടെ ഹോജമാരും അവരുടെ ശൈഖുമാരും പറഞ്ഞിട്ടുള്ള മൊഴികളാണ്. അതൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ് എന്നാണ്. അതാണ് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതൊക്കെ ആര് പറഞ്ഞതാന്നാ പറയുന്നത്? അള്ളാഹ് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതെന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല. വഹി കിട്ടിയാലേ അള്ളാന്റെ റസൂൽ ദീന് പറയൂ. ഇതേ കാര്യമാണ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. ചൊല്ലീല ഞാനൊന്നും
എന്നോട് ചൊല്ലാതെ. ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോവർ. നമ്മുടെ നാട്ടിലെ വീടുകളിൽ പാടുന്ന മൊഹീദ്ദീൻ മാലയിലെ ഒരു വരിയാണത്. മുഹീദ്ദീൻ ശൈഖ് പറയുകയാണത്രേ, ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. ചൊല്ല് നീ എൻ്റെ അമാനിൽ അതെന്നോവർ. അല്ല പറയുമത്രേ മുഹീദ്ദീൻ ശൈഖിനോട്, ജീലാനി മുഹീദ്ദീനെ നീ ചൊല്ലിക്കോ, അല്ല പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചൊല്ലാറുള്ളൂ, എന്നോട് എൻ്റെ റബ്ബ് പറയാതെ ഞാനൊന്നും ചൊല്ലാറില്ല. ഈ വിശ്വാസമാണ് ആളുകളുടെ മനസ്സിലുള്ളത്. അപ്പൊ അല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം കരയാണ്. റസൂൽ വഫാത്തായതിന്റെ ശേഷം കരയാണ്. രണ്ടാളും കുത്തിരുന്ന് കരയാണ്. എന്താ കരയുന്നത്? അള്ളാന്റെ റസൂല് വഫാത്തായല്ലോ എന്നതിലപ്പുറം ഇനി എന്താ പ്രശ്നം? വാനലോകത്തു നിന്ന് ഭുവനലോകത്തേക്ക് ഇനി ഒരു വഹി വരാനില്ലല്ലോ, അതവസാനിച്ചല്ലോ. അതോർത്ത് കരയുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്ന വേളയിൽ എവിടെയാണ് ഖബർ ഒരുക്കേണ്ടത് എന്ന ചർച്ച വരുമ്പോ മുത്ത് മുസ്തഫായുടെ ഭൗതികമായ ശരീരം ഭൂമിപ്പുറത്തുണ്ട്. എവിടെ ഖബറടക്കണം എന്ന ചർച്ച വന്നപ്പോ അവരാരും ആ മയ്യത്തിന്റെ സമീപത്തേക്ക്, മുത്ത് മുസ്തഫായുടെ ആ തിരുശരീരത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട്, ഓ നബിയേ, ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരം എവിടെയാണ് അടക്കേണ്ടത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല. എന്തേ? അവർക്ക് മുത്ത് മുസ്തഫയുടെ മുഅ്സത്തിലും കറാമത്തിലും വിശ്വാസമില്ലേ? സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നബിയെ, ആരായിരിക്കണം അങ്ങയുടെ ശേഷം രാജ്യം ഭരിക്കേണ്ട ഖലീഫ? ഞങ്ങൾക്കിടയിൽ ചൂടുപിടിച്ച ചർച്ചയാണ് നബിയെ, ഒന്ന് പരിഹാരം പറഞ്ഞു തരൂ നബിയെ എന്ന് മുത്ത് മുസ്തഫായുടെ ശരീരത്തിന്റെ അടുത്ത് പോയിട്ട്, വഫാത്തായി കിടക്കുന്ന നബിയോട് പോയിട്ട് ആ സഹാബിമാര് ചോദിച്ചില്ല. എന്തേ അവര് ചോദിക്കാതിരുന്നത്? അവർക്കറിയാം ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് ഉത്തരം തരുന്ന കാലമല്ല. അവിടുന്ന് ബർസഖിന്റെ ലോകത്തേക്ക് പോയിരിക്കുന്നു. ഈ ലോകത്ത് നിന്ന് അവിടുന്ന് ഉന്നതമായ മറ്റൊരു ലോകത്തേക്ക് അവിടുത്തെ റൂഹ് പിരിഞ്ഞു പോയിരിക്കുന്നു, ബർസഖിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ചോദിച്ച് സാധാരണ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോയി ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ കേട്ട് ഉത്തരം തരുന്ന സമയമല്ല. എന്നാലോ ഇവിടെ ശൈഖുമാര് പഠിപ്പിക്കുന്നതോ, അവര് ഖബറിങ്ങൾ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് ഇങ്ങനെ ഇപ്പുറത്ത്, ആ ഹുജറയുടെ ഇപ്പുറത്ത് പോയി നിന്നിട്ട് പാട്ടങ്ങ് പാടുമ്പോഴേക്ക് മുത്ത് മുസ്തഫ കൈ പൊക്കി കൊടുക്കുന്നു, ഖബറിൽ നിന്ന് പുറത്തേക്ക് പോലും വരുന്നു. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതീ. റിഫായി ശൈഖിനെ കുറിച്ച് പറയുന്ന മദ്ഹാണത്. അഹ്മദുൽ കബീർ റിഫായി എന്ന ശൈഖ് നബി തങ്ങളുടെ അടുത്ത് പോയിട്ട് പാടിയത്രേ. ഒരുപാട് കാലത്തിന്റെ ശേഷം മദീനയിൽ ഹുജറയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് പാട്ട് പാടിയത്രേ. ഇതാ നിങ്ങളുടെ പേരക്കുട്ടി അഹ്മദുൽ കബീർ ഇപ്പൊ ഇതാ ശരീരം കൊണ്ട് തന്നെ വന്നിരിക്കുകയാണ്. എല്ലാ കൊല്ലവും എൻ്റെ റൂഹിനെയാണ് ഞാൻ ഇങ്ങോട്ട് സിയാറത്തിന് വിടാറുള്ളത്. ഇന്നിതാ ഞാനിതാ എൻ്റെ ബോഡി കൊണ്ട് തന്നെ വന്നിരിക്കുകയാണ്. അക്കൈയൊന്ന് നീട്ടിത്തന്നാലും ഞാനൊന്ന് മുത്തിമണത്തോട്ടെ. പറഞ്ഞു തീരേണ്ട താമസം ഖബർ കൊട്ടി പിളർന്നു. മുത്ത മുസ്തഫ കൈയിട്ട് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായി മതി തിരുവോളം ചുംബിച്ചു. ചില റിപ്പോർട്ട് അനുസരിച്ച് ഖബർ പൊട്ടിപ്പിളർന്ന് മുത്തു മുസ്തഫ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് മോനെ അഹ്മദേ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് ഖബറിലേക്ക് പോയി എന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. ആലോചിക്കണം നിങ്ങൾ. തർക്കങ്ങൾ ചില്ലറയല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ശാഖാപരങ്ങളല്ല. അഖീദയിൽ തൊട്ടുകൊണ്ടാണ് കളിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിലാണ് തകരാറ് വരുന്നത്. ശിർക്കൻ വിശ്വാസത്തിൽ ഒരാൾ പെട്ടുപോയാൽ അവന്റെ നിസ്കാരം എന്തിന്, നോമ്പ് എന്തിന്, സക്കാത്ത് എന്തിന്,
ഹജ്ജും ഉംറകളും എന്തിന്? ലോകം കണ്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഴുവൻ നബിമാരോടുമല്ലേ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തത്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. അഷ്ടകാരികളിൽ ഉൾപ്പെട്ടത് തന്നെ. മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും ഉത്തരം കൊടുക്കൂല അല്ലാഹു. ശിർക്കിൽ ജീവിച്ചിട്ട് തൗബ ചെയ്യാതെ കാഫിറായി മരണപ്പെട്ടു പോയാൽ അല്ലാഹു ആര് അയാൾക്ക് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞാലും സ്വീകരിക്കൂല. ദുന്യാവിൽ തന്നെയും നിങ്ങൾ നോക്കൂ, നിങ്ങൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. സ്വന്തം മോന് വേണ്ടിയിട്ട് ദുന്യാവിൽ വെച്ച് അള്ളാഹിനോട് പറഞ്ഞു നോക്കി, റബ്ബി ഇന്ന ബിനീ മിൻ അഹ്ലീ, റബ്ബേ എന്റെ മോനതാ മുങ്ങിച്ചാകുന്നു, രക്ഷിക്ക് റബ്ബേ എന്ന് അള്ളാഹിനോട് റെക്കമെൻഡ് പറഞ്ഞു നോക്കി. ജീവിച്ചിരിക്കുന്ന കാലത്ത് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹു എന്താ മറുപടി കൊടുത്തതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ മോനല്ല. നിന്റെ മോനല്ല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മോനാവണമെങ്കിൽ നമ്മുടെ ആദർശത്തിൽ ഉണ്ടാവണം. ബാപ്പയുടെ ആദർശത്തിൽ ഇവനുണ്ടായില്ല. അതുകൊണ്ട് ആ കാഫിറായ മോന് വേണ്ടി അള്ളാഹിനോട് അവസാന സമയത്ത് റെക്കമെൻഡ് പറഞ്ഞാള് മോശക്കാരനല്ല. നൂഹ് നബിയാ ചോദിച്ചത്, അള്ളാഹുവിനോട് മാത്രമാണ് ചോദിച്ചത്. പ്രാർത്ഥനക്കൊന്നും ഒരു തകരാറും വന്നിട്ടില്ല. പക്ഷേ ചോദിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയായി പോയി? കഫറിന് വേണ്ടിയായി, മുശ്രിക്കിന് വേണ്ടിയായി. അതാണ് ശിർക്കിന്റെ ഗൗരവം. ആര് നമുക്ക് വേണ്ടി ആയിരങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കാര്യം ഉണ്ടാവൂല, അല്ലാഹു തആല സ്വീകരിക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദർശത്തിന്റെ പിതാവാണ്, തൗഹീദിന്റെ രാജാവാണ്. പിതാവിന് വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞു നോക്കിയില്ലേ, റബ്ബ് സ്വീകരിക്കുകയില്ല. കാരണം പിതാവ് മകന്റെ ആദർശത്തിലല്ല, ശിർക്ക് ബാധിച്ചയാളായി. നോക്കണം നിങ്ങൾ, ഇതെന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഇത് നിസ്സാരാണോ വിഷയം? അതുകൊണ്ട് പഠിക്കണം, എന്താ തൗഹീദ്, എന്താ ശിർക്ക്. ശിർക്ക് വരുന്ന മാർഗങ്ങളിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടെ കണ്ണും കാതും കൂർപ്പിച്ച് അതിന് കാവലിരിക്കണം, അത് വരാതിരിക്കാൻ. ഓരോരുത്തരും ചിന്തിക്ക്, ആരുടെയൊക്കെ അരയിൽ ഏലസുണ്ട്, കൈത്തണ്ടകളിൽ ഏലസുണ്ട്. അതുപോലെ തന്നെ അവരുടേതായ കഴുത്തുകളിൽ അവർ ഏലസ് ധരിച്ചിട്ടുണ്ട്. വിവിധ നിറത്തിലുള്ള ചരടുകൾ ആരൊക്കെ ബന്ധിച്ചിട്ടുണ്ട്. എന്തിനാ ഇതൊക്കെ? തങ്ങൾ പാപ്പ തന്നതാണ്, ബീവി തന്നതാണ്, ഉമ്മ കൊടുത്തയച്ചതാണ്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാനാണ്, പേടിച്ച് ഞെട്ടി ഉണരാതിരിക്കാനാണ്, സിഹിർ ബാധിക്കാതിരിക്കാനാണ്, അയൽവാസിയുടെ മാട്ടും മാരണവും എനിക്ക് ഏൽക്കാതിരിക്കാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ വിധത്തിലുള്ള തകിടുകൾ അണിയുന്ന, ഐക്കല്ലുകൾ കെട്ടുന്ന, ചരടുകൾ ബന്ധിക്കുന്ന, നൂലുകൾ ബന്ധിക്കുന്ന എത്രയോ ആളുകളില്ലേ? ശിർക്കിന്റെ പ്രവർത്തനമല്ലേ ആരെയാ പേടിക്കുന്നത്?